ശാന്തിവിള ദിനേശൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നാട്ടിൽ ആരെങ്കിലും മന്ത്രവാദം ചെയ്താലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കൂടാതെ ശാന്തിവിള ദിനേശ് പറയുന്നത് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരേ ഒരാളാണ് ഉണ്ണി എന്നാണ്. മലയാള സിനിമയിലെ മറ്റു യുവതാരങ്ങൾ നേരിടാത്ത പ്രശ്നങ്ങളാണ് ഉണ്ണിക്ക് ഓരോ ദിവസവും നേരിടേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മറ്റാരും ചിന്തിച്ചില്ലെങ്കിലും ഉണ്ണി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ഉണ്ണി ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ മോദിയെ പിന്തുടരുന്നത് കൊണ്ടാണ്, ഞാൻ മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ്, ഹിന്ദുപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ്, സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ്. ഇവയെല്ലാം മാർക്കറ്റിങ്ങിനായി പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാത്ത കാലത്തും ഇയാൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ശാന്തിവിള ദിനേശിന് എങ്ങനെ ഇങ്ങനെയെല്ലാം പറയാൻ സാധിക്കുന്നു? ശാന്തിവിള ദിനേശ് എന്തിനാണ് ഇങ്ങനെ അശാന്തി പരത്തുന്നത്? മൂവി ഇൻഡസ്ട്രിയിലെ പ്രമുഖനായ മേജർ രവിയുമായുള്ള പ്രശ്നവും ശാന്തിവിള ദിനേശ് പരാമർശിച്ചു. കൂടാതെ ഉണ്ണിയുടെ മുൻ മാനേജറായ വിപിനുമായുള്ള തർക്കമടക്കം പറയുകയുണ്ടായി. ഇതെല്ലാം കേട്ട് ഉണ്ണി മുകുന്ദൻ എന്നെ അടിക്കാനെത്തിയാൽ പാറക്കല്ലെടുത്ത് മുഖത്തെറിയും, അത്രയ്ക്കും ധൈര്യമുണ്ടെന്നും അതാണ് എന്റെ അന്തസ്സെന്നും ശാന്തിവിള ദിനേശ് പുലമ്പുന്നു. അല്ല ശാന്തിവിളെ, അടി കിട്ടുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലേ? അപ്പോൾ അടി വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണല്ലേ? പേടിക്കണ്ട, ഇങ്ങനെ പോയാൽ ഉടനെ എവിടെ നിന്നെങ്കിലും കിട്ടും. ഇതുപോലുള്ള പ്രചാരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് ചെയ്യുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.